ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത്. വീടിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ ആ ഒരു സെയിം ഡിസൈനിൽ വരുന്ന ഹാൻഡ് റെയിൽ തന്നെയാണ് ഇവിടെ കോമ്പൗണ്ട് വാളിനായിട്ട് ജിയായിലെ ഡിസൈൻ നൽകിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ലിയാസ് ഫസീല ദമ്പതികളുടെ വീടാണിത്. വളരെ ഭംഗിയായി 5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഫ്ലാറ്റ് റൂഫായിട്ടാണ് വീട് മുഴുവനായിട്ടും ഇവിടെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും അതുപോലെ ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയറിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം നൽകിയിട്ട് നാച്ചുറൽ സ്റ്റോണാണ് വിരിച്ചിട്ടുള്ളത്. ഓപ്പൺ സിറ്റ് ഔട്ട് ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷോവാളിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ട് പെയിൻറ്റ് നൽകി ആ ഒരു ഭാഗത്ത് താഴെയായിട്ട് ചെടി വയ്ക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷോവാളിനോട് ചേർന്ന് ലെങ്ത്തിലായിട്ടൊരു ബ്രിക്സ് കളറിലായിട്ട് വരുന്ന ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന് തൊട്ട് മുകളിലായിട്ട് ഇവിടെ ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഇവിടെ ബാൽക്കണി വരുന്നത്. അതുപോലെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ജിയായിലുള്ള ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ടിലായിട്ട് പില്ലർ വരുന്നുണ്ട്. ആ ഒരു പില്ലറിനായിട്ടും ടെക്സ്ചർ പെയിൻറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 40 ലക്ഷത്തിനാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വീടിൻ്റെ ഒരു സൈഡാണിത്. ഈ ഒരു ഭാഗത്തായിട്ട് ജിയായിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയായിട്ട് ചെടി വയ്ക്കാനായിട്ടുള്ള ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഓരോ ഭാഗവും വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്ത് അകത്തളങ്ങളും വളരെ മനോഹരമായിട്ടാട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നുള്ള ആ ഒരു ഭാഗം ഇറക്കി വാർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് 4 സ്റ്റെപ്പ് നൽകി സിറ്റ് ഔട്ടിലേക്ക് കയറി സീലിംഗ് സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. സിമ്പിളായിട്ട് ലൈൻ ഡിസൈനോടുകൂടി ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫി കൊടുത്ത് ചെയറും കൂടെ സിറ്റ് ഔട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അവിടെ താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള അടിപൊളിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത്. വുഡിലായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡോറിനായിട്ട് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ടാണ്. ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത്. വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ ഭംഗിയായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇൻറ്റീരിയർ ആണെങ്കിലും ഇവിടെ ചെയ്തിരിക്കുന്നത്. വീട് ഇൻറ്റീരിയർ ചെയ്യാൻ മാത്രം ആവശ്യം വന്നിട്ടുള്ളത് 5 ലക്ഷം രൂപയാണ്. വീടിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെ ആട്ടോ ഈ ഒരു വീടിന് 40 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. ഇവിടെ സീലിങ്ങിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ലൂവർ ഡിസൈൻ നൽകി പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് സീലിങ്ങിലായിട്ട് നൽകിയിട്ടുള്ളത്. എൽ ഷേപ്പിലായി സോഫ സെറ്റ് അറേഞ്ച് ചെയ്ത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാളിലൊക്കെ ആയിട്ട് വോൾ ഡെക്കോഴ്സൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ലിവിങ് ഏരിയയിൽ തന്നെ ആയിട്ടാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. താഴെ ഷെൽഫ് നൽകി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് TV യൂണിറ്റിൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കോർണറിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു TV യൂണിറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയ ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ TV യൂണിറ്റിനോട് ചേർന്ന് വരുന്ന ആ ഒരു വോളിലായിട്ട് വൈറ്റ് കളറിലായി മൈക്ക് നൽകി ഗോൾഡൻ ഷെയ്ഡിലായിട്ടുള്ള ലൈൻസും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല. പ്ലാൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. ലിവിങ്ങിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഭാഗം വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിന് ശരിക്കും ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീട്ടിലെ ഒരു ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ 2 സൈഡിലായിട്ടും ഒരു പാർട്ടീഷൻ പോലെയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് വാഷ് ബേസിനും മറ്റൊരു സൈഡിലായിട്ട് ഡൈനിങ് ഹാളും ആയിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലായി ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പിലായിട്ട് മാർബിൾ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും LED ലൈറ്റ്സും കൊടുത്തിട്ടാണ് സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് മെയിൻ സ്വിച്ച് ബോർഡായിട്ട് വരുന്നത്. അവിടെ ആയിട്ടും ക്ലോസ്ഡ് ആയിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗം ലെങ്ത്തിലായിട്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ജിയായിലുള്ള ഹാൻഡ് റെയിലാണ് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിനായിട്ട് നൽകിയിട്ടുള്ളത്. വീട് മുഴുവനായിട്ടും ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാട്ടോ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്ലോറലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഒരു സൈഡിൽ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. താഴെ ഷെൽഫ് നൽകി റൗണ്ട് ഷേപ്പിലായി മിറർ നൽകി വൈറ്റ് കളറിലായിട്ടാണ് ഇവിടെ ബേസിൻ കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് നൽകി താഴെയായിട്ട് ലൈറ്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്.
1700 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു വീട്ടിലായിട്ട് താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീട് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് 40 ലക്ഷം രൂപ വരുന്നത്. റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ബോൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ കോട്ടിൻ്റെ ഹെഡിലായിട്ട് ലോവർ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് സിമ്പിളായി ജിപ്സം വർക്കിൽ ഡിസൈൻ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത്. കോട്ടിൻ്റെ 2 സൈഡിലായിട്ടും സൈഡ് ടേബിളും വരുന്നുണ്ട്. റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബും ആണ് നൽകിയിട്ടുള്ളത്. ആ ഒരു വാർഡ്രോബിനോട് ചേർന്ന് തന്നെയാണ് ഡ്രസ്സിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഹാഫ് പോർഷനിലായിട്ട് വരുന്ന മിററോട് കൂടിയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലോവർ ഡിസൈനാണ് ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത്. സാൻഡ്വുഡ് കോമ്പിനേഷനിലായിട്ടാണ് വാർഡ്രോബും കോട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിൽ വിൻഡോക്ക് മുഴുവനായിട്ടും റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഓപ്പൺ ചെയ്തൊരു പിങ്ക് ഒരു ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത്. സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഒരു കോർണറിലായിട്ട് ബേസിനും മിററും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് എത്തുന്നത്. ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായി സിമ്പിളായിട്ടാട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ്ങിൽ നിന്നും ഡൈനിങ് ഹാൾ കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഓരോ ഏരിയക്കായിട്ടും സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിനെല്ലാം സെയിം ഡിസൈനിൽ വരുന്ന റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്ന് ആ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോർ വരുന്നത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്തൊരു ഗ്രാൻഡ് വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോട്ടിന് ഹെഡിലായിട്ടും സൈഡ് ടേബിളും വാർഡ്രോബും എല്ലാം ഒരു ഗ്രാൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബും തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ടും നൽകിയിട്ടുള്ളത്. സിമ്പിളായിട്ട് സീലിംഗ് ചെയ്ത് ബോളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്രീം ഷെയ്ഡിൽ വരുന്ന ബ്ലൈൻഡ്സ് ആട്ടോ നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വാർഡ്രോബിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ വരുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോട്ടും വാർഡ്രോബൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ റെഡിമെയ്ഡ് കോട്ടും വാർഡ്രോബും നൽകട്ടോ. അതൊരു നല്ലൊരു ഐഡിയ കൂടിയാണ്. ഈ ഒരു ബെഡ്റൂമിലായിട്ട് കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ബാത്റൂമിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ കോട്ടിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ആ ഒരു വാളിനെ മാച്ചായിട്ടാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂമിലായിട്ടുള്ള വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ടൈല് വിരിച്ചിരുന്നത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത്. ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാട്ടോ വിരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഡൈനിങ് ഹാളിൻ്റെ ഏരിയയിലേക്കാണ് എത്തുന്നത്. അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂംസും എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ 2 ബെഡ്റൂംസും കൂടെ ഒന്ന് കാണാം. ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസ് വളരെ ഭംഗിയായി ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഹാൻഡ് റീലും ഒരു സൈഡിലായിട്ട് ലെങ്ത്തിലായിട്ടാണ് ഇവിടെ ഈ ഒരു ഹാൻഡ് റീൽ കൊടുത്തിരിക്കുന്നത്. ഇടയിലായിട്ട് പ്ലേറ്റ് പോലെ ഡിസൈൻ ചെയ്തിട്ട് വുഡിൻ്റെ പെയിൻ്റാണ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റെയർ കേസ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ഒരു ലാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലാൻഡിങ്ങിലായിട്ട് വരുന്ന വോളിൽ ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അവിടെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് അടിപൊളിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു സ്പേസ് ആണ് വരുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആയിട്ടാണ് അവിടെ ആ ഒരു ഹാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഒരു ബെഡ്റൂമിനായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകി മറ്റൊരു ബാത്റൂം ഇവിടെ കോമൺ ബാത്റൂം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ ആട്ടോ കൊടുത്തിരിക്കുന്നത്. വുഡിലായിട്ടാണ് ആ ഒരു ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ടും താഴെ ബെഡ്റൂമിനായിട്ട് നൽകിയിട്ടുള്ള സെയിം ഡിസൈനിൽ വരുന്ന ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത്. റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് മുകളിലായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാർഡ്രോബും റെഡിമെയ്ഡ് ആയിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ കളർ തീം നൽകിയിരിക്കുന്നത്. വാർഡ്രോബിനോട് ചേർന്ന് ഡ്രസ്സിംഗ് ഏരിയ നൽകി അവിടെ ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ വരുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു റെഡിമെയ്ഡ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിലെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നായിട്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട്. ആ ഒരു ബാൽക്കണി തന്നെയാണ് സിറ്റ് ഔട്ടിൻ്റെ മുകളിലായിട്ട് വരുന്ന ബാൽക്കണി.
ഡോർ ഓപ്പൺ ചെയ്ത് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് അവിടെ ആ ഒരു വാളിന് പെയിൻറ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ സ്റ്റീൽ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ട് വരുന്ന ഹാൻഡ് റെയിൽ നൽകി സിറ്റ് ഔട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ആ ഒരു ഏരിയ ആണിത്. ബാൽക്കണി കഴിഞ്ഞ് ബെഡ്റൂമിലെത്തി ഇവിടെ ഈ ഒരു ബെഡ്റൂമിലേക്ക് കടക്കുന്ന ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ലൈൻസ് ഡിസൈനോട് കൂടിയിട്ടുള്ള റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത്. ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടുള്ള ടൈലാണ് ഇവിടെ ഈ ഒരു ബാത്റൂമിലായിട്ട് വിരിച്ചിട്ടുള്ളത്. ഇവിടെ വോള് ഫുൾ ലെങ്ത്തിലായിട്ട് ടൈൽ നൽകിയിട്ടുണ്ട്. വോള് മുഴുവനായിട്ടും ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈല് അങ്ങനെയാണ് ബാത്റൂമിലെല്ലാം വിരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഇവിടെ ഈ ഒരു കോമൺ ബാത്റൂമിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്കാണ് എത്തുന്നത്. ഈ ഒരു ബാത്റൂമിനായിട്ടും ഒരു ബ്ലാക്ക് ലൈൻ ഡിസൈനോട് കൂടിയിട്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഓപ്പൺ ചെയ്തൊരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത്. മുകളിലായിട്ട് 2 ബെഡ്റൂംസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ട് തന്നെയാണ് ആ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിലായിട്ട് വിരിച്ചിട്ടുള്ള സെയിം ടൈല് തന്നെയാണ് മുകളിലെ ഈ ഒരു ചെറിയ സ്പേസിലായിട്ട് വരുന്ന ഹാളിലും വിരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നെക്സ്റ്റ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ട് തന്നെയാണ് മുകളിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രേ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ കളർ തീം കൊടുത്തിട്ടുള്ളത്. വിൻഡോക്കെല്ലാം ക്രീം ഷെയ്ഡിൽ വരുന്ന സീബ്ര ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താഴെ വിരിച്ചിട്ടുള്ള സെയിം ടൈല് തന്നെയാണ് മുകളിൽ 2 ബെഡ്റൂംസിലും വിരിച്ചിട്ടുള്ളത്. കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. റെഡിമെയ്ഡ് വാർഡ്രോബ് തന്നെയാണ് എല്ലാ ബെഡ്റൂംസിലും കൊടുത്തിരിക്കുന്നത്. റെഡിമെയ്ഡ് കോട്ടാണ് എല്ലാ ബെഡ്റൂംസിലും നൽകിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തെത്തി. ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ മനോഹരമായി ഒരൊറ്റ കിച്ചണിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. ലിവിങ് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് കിച്ചൻ്റെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് കിച്ചണിനായിട്ടും കൊടുത്തിരിക്കുന്നത്. ഒരു ലെങ്ത്തിലായിട്ട് പർഗോല ഡിസൈൻ പോലെയാണ് ഇവിടെ ഒരു കിച്ചൻ്റെ ഡോറിൻ്റെ ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഒരൊറ്റ കിച്ചണായി അതിവിശാലമായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുൾ ആകും. നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതുപോലെ ഈ ഒരു കിച്ചണിൽ തന്നെ ഫ്രിഡ്ജും വിറകടുപ്പും ഗ്യാസും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബ്ലൂ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിലായി മൈക്ക നൽകിയിട്ടാണ് കിച്ചൺ മുഴുവൻ ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടി അപ്പർ ക്യാബിനറ്റിലായിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് റാക്ക് വരുന്ന ഭാഗത്തായിട്ടും കബോർഡ്സ് ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകി ഇവിടെ ഈ ഒരു ഫ്രിഡ്ജ് ഇടാനായിട്ടുള്ള ഒരു പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ടും മുകളിലായിട്ട് കബോർഡ്സ് വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നുണ്ട്. അവിടെയായിട്ട് ലോവർ ഡിസൈൻ ഒരു എൽ ഷേപ്പിലായി നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ സ്റ്റോർ റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് വിറകടുപ്പ് വരുന്നത്. വിറകടുപ്പിന് തൊട്ട് മുകളിലായിട്ട് ചിമ്മിണി കൂടി നൽകിയിട്ടുണ്ട്. വിറകടുപ്പിനെയും ഈ ഒരു ഷോ കിച്ചണെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായിട്ട് ഒരു പാർട്ടിഷൻ വോളും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് വുഡിലായിട്ട് നൽകിയിട്ടുണ്ട്. എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് സ്റ്റോർ റൂം നൽകിയിരിക്കുന്നത്. സ്റ്റോർ റൂമിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ കേസിൻ്റെ സെയിം ഡിസൈനിൽ വരുന്ന ആ ഒരു ലെങ്ത്തിലായിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് അതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ ബോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ട് ഗ്യാസിൻ്റെ ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഓപ്പൺ സ്റ്റോറേജ് ഏരിയ എല്ലാം വുഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു വുഡ് ബ്ലൂ. നിങ്ങൾക്കും ഈ ഒരു കിച്ചൻ്റെ കളർ കോമ്പിനേഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടെ. അതുപോലെ ഇത്രയും മനോഹരമായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്. ഇവിടെയായിട്ട് സിങ്ക് നൽകി സിങ്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു പാർട്ടിഷൻ വോൾ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ സ്റ്റോറേജ് ഏരിയയാണ് ആ ഒരു പാർട്ടിഷൻ്റെ ഏരിയയിലായിട്ട് വരുന്നത്. സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് ലെങ്ത്തിലായിട്ടുള്ള വിൻഡോ കൂടി വരുന്നുണ്ട്. സ്റ്റോറേജിന് പ്രാധാന്യം നൽകി കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിലായിട്ട് മൈക്ക് നൽകിയിട്ടാണ് കബോർഡ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് പ്ലേറ്റ് ട്രേ, കട്ട്ലറി, സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കബോർഡ്സ് ആണെങ്കിലും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ കിച്ചണിൽ അതിവിശാലമായിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്ത് വുഡിലായിട്ട് വരുന്ന ഡിസൈൻ എല്ലാം എൽ ഷേപ്പിലായിട്ടോ നൽകിയിരിക്കുന്നത്.
വിറകടുപ്പിൻ്റെ ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറേജിൻ്റെ ഭാഗത്തെല്ലാം വോളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വിറകടുപ്പിനോട് ചേർന്നായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വിറക് വെക്കുന്ന ഭാഗം ക്ലോസ്ഡ് ആയിട്ടാട്ടോ നൽകിയിട്ടുള്ളത്. ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടൊരു ചൈനീസ് അലക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കോമ്പൗണ്ട് വാളിനോട് ചേർന്നായിട്ടാണ് ഈ ഒരു ചൈനീസ് അലക്കുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്രീം ഷെയ്ഡിലായിട്ടുള്ള ടൈലാണ് അവിടെ നൽകിയിട്ടുള്ളത്. വീടിന് ചുറ്റുമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാട്ടോ, ലൈക്ക് ചെയ്യുക. താങ്ക്